കണ്ണൂർ ന്യൂമാഹി ചാലക്കരയിലെ ബോംബേറിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. BJP പ്രവർത്തകന്റെ വീടിന് നേരെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബോംബേർ ഉണ്ടായത്. സ്റ്റീൽ ബോംബ് എറിഞ്ഞ CPIM പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബോംബേറിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ, എന്താണ് ഇതേപ്പറ്റി പോലീസ് പറയുന്നത്? വേണു, ഈ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ആഹ്ലാദ പ്രകടനത്തിനിടെ രാഷ്ട്രീയ തർക്കം, സംഘർഷം ഇതിനൊക്കെ വഴിമാറിയിരുന്നു. ന്യൂമാഹിയിലും കൂത്തുപറമ്പിലും ഇതിന്റെ ഭാഗമായി തർക്കങ്ങളും കയ്യാങ്കളിയും സംഘർഷവും ഉണ്ടായിരുന്നു. BJPയിലും CPMലും പെട്ട ഇരുവിഭാഗത്തിലും പെട്ട പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും നേരത്തെ കൂത്തുപറമ്പിൽ ബോംബേർ നടക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് CPM പ്രവർത്തകർക്ക് ഈ സംഘർഷത്തിൽ തിരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനത്തിനിടെ ഉണ്ടായ തർക്കത്തിന് ശേഷം സംഘർഷം ഇറങ്ങിയിരുന്നു, പരിക്കേറ്റിരുന്നു. അതിന് പിന്നാലെയാണ് ന്യൂമാഹി കുറിച്ചിയിലെ മാണിയൂർ വയലിലെ BJP നേതാവ് സനൂപ് പായറ്റിയുടെ വീടിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ബോംബ് എറിഞ്ഞത് CPM അനുഭാവിയായ ചാലക്കരയിലെ കുഞ്ഞിപ്പറമ്പത്ത് വീട്ടിൽ അരുണാണ് എന്ന് തിരിച്ചറിയുകയും അരുണിന്റെ അറസ്റ്റ് ന്യൂമാഹി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മേഖലയിൽ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിന് ശേഷം മേഖലയിൽ വലിയ തോതിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസ് ഏതായാലും കൂടുതൽ പേരുടെ സാന്നിധ്യമൊപ്പം ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ വളരെ വേഗത്തിൽ പ്രയോഗിക്കാൻ കഴിയും വിധം സ്റ്റീൽ ബോംബുകൾ സ്റ്റോക്ക് ചെയ്യുന്നതടക്കം കണ്ണൂരിൽ ആവർത്തിച്ചുള്ള സംഭവങ്ങളാണ്. അത്തരം പശ്ചാത്തലങ്ങൾ സ്റ്റീൽ ബോംബുകളും നാടൻ ബോംബുകളും ഈ സംഘർഷങ്ങളുടെ തുടർച്ചയായി ഉപയോഗിക്കാൻ വളരെ വേഗത്തിൽ കഴിയുന്നത് സ്റ്റോക്ക് ചെയ്യുന്നതടക്കമുണ്ട്. വലിയ തോതിൽ ബോംബ് ശേഖരം തുടർച്ചയായി പിടികൂടുന്ന സാഹചര്യം അടക്കമുണ്ട്. ഇതടക്കം വിശദമായി പരിശോധിക്കും എന്നാണ് ന്യൂമാഹി പറയുന്നത്. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.